സാർ നമസ്കാരം. നമസ്കാരം. 2020 കേരളത്തെ അല്ലെങ്കിൽ SNDPയെ ഞെട്ടിച്ചുകൊണ്ടൊരു മരണം നടക്കുന്നു. കെ മഹേശൻ്റെ മരണം എന്നാണ് സ്ഥിരീകരിക്കുന്നത്. ആത്മഹത്യ ചെയ്ത രീതിയിലാണ് അദ്ദേഹത്തെ കണിച്ചുകുളങ്ങര SNDPയുടെ ഓഫീസിൽ കാണപ്പെട്ടത്. വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട് ഒരു മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ ഇദ്ദേഹത്തെ കുരുതി കൊടുക്കുകയായിരുന്നു. മഹേശനെ പഴിചാരി അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അടുത്ത കാലത്ത് മഹേശൻ്റെ വിധവ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം മരണത്തിന് തൊട്ട് മുൻപ് ക്രൂരമായ ശാരീരിക മർദ്ദനത്തിന് വിധേയനായിരുന്നു. വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം വെള്ളാപ്പള്ളി നടേശന് നേർക്ക് നേരെ നിന്ന് സംസാരിക്കുന്ന ആളുകളെ ശാരീരികമായി ഉപദ്രവിക്കുന്നൊരു രീതി കൂടി ഉണ്ടായിരുന്നു എന്നാണ് കെ മഹേശൻ്റെ ഭാര്യ ഉഷ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ സംഭവത്തെ തുടർന്ന് 2026 ഇവിടെ വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ VM സുധീരൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ പഴയകാല നേതാവ് മുഖ്യമന്ത്രി വി ഡി സതീശനും ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും ഒരു കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു. കെ മഹേശൻ്റെ മരണത്തെക്കുറിച്ചുള്ള ദുരൂഹതകൾ അകറ്റണം, അത് അന്വേഷിക്കണം, വീണ്ടും ഒരു അന്വേഷണം നടത്തണം. ഒപ്പം വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട മൈക്രോ ഫിനാൻസ് കേസ്, ആ മൈക്രോ ഫിനാൻസ് കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് മഹേശൻ്റെ മരണം ഉണ്ടായിരിക്കുന്നത്. മഹേശൻ്റെ ആത്മഹത്യാക്കുറിപ്പടക്കമുള്ള വിശദ വിവരങ്ങൾ സാർ ക്രൈം ഓൺലൈനിൽ നിന്നും വാർത്തയായി ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ഇവിടെ VM സുധീരൻ വെള്ളാപ്പള്ളി നടേശനോടുള്ള വ്യക്തിവൈരാഗ്യം മൂലമാണോ അതോ ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള ഒരു പ്രതിബദ്ധത കൊണ്ടാണോ കെ മഹേശൻ്റെ മരണവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയും അതുപോലെ തന്നെ അതിൽ വെള്ളാപ്പള്ളിയുടെ പങ്കും മൈക്രോ ഫിനാൻസ് തട്ടിപ്പും എല്ലാം പുറത്തു കൊണ്ടുവരണം എന്ന് പറഞ്ഞ് സർക്കാരിനും അതായത് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും മുഖ്യമന്ത്രി വി ഡി സതീശനും കത്ത് കൊടുത്തത് എന്നുള്ളതാണ് ചോദ്യം. ഈ കത്ത് കൊടുത്തതിന് ശേഷം ഇപ്പോൾ 2 ആഴ്ച പിന്നിടുന്നു. VM സുധീരനാകട്ടെ വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി ഇടം ബലം തിരിയാൻ സമ്മതിക്കാതെ, അപ്പോൾ അത് വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി ഇളവിൻ്റെ കാര്യത്തിലായാലും അതുപോലെ PM ശ്രീ പദ്ധതിയിലായാലും പബ്ലിക് പ്ലീഡറെ നിയമിക്കുന്ന കാര്യത്തിലായാലും വി ഡി സതീശനെ വരിഞ്ഞു മുറുക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന രീതിയിൽ യാതൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യവും വി ഡി സതീശനില്ല, ഞങ്ങളൊക്കെ പറയുന്നത് പോലെ ഭരിച്ചാൽ മതി എന്ന രീതിയിലുള്ള പെരുമാറ്റ രീതികളുമായി അദ്ദേഹം പരസ്യമായി തന്നെ രംഗത്ത് വരുന്നു. ഇവിടെ അക്ഷരാർത്ഥത്തിൽ അല്ലെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു പൊതുപ്രവർത്തകനാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും താൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് കെ മഹേശൻ്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കണം, മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസുമായി അന്വേഷണം വേണം എന്ന് പറഞ്ഞിട്ട് അതിന്മേൽ ആഭ്യന്തര വകുപ്പ് എന്ത് തീരുമാനമെടുത്തു, മുഖ്യമന്ത്രി എന്ത് തീരുമാനമെടുത്തു എന്നുള്ളൊരു ഫോളോ അപ്പ് PM സുധീരൻ്റെ ഭാഗത്തു നിന്ന് നമ്മളെവിടെയും കേട്ടില്ല. സാർ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? അതായത് എങ്ങനെയെങ്കിലും പൊതുസമൂഹത്തിൽ ചില വിവാദ പ്രസ്താവനകൾ നടത്തുക, അതിലൂടെ പേരെടുക്കുക, താൻ ജീവിച്ചിരിപ്പുണ്ടെന്നും താൻ പോരാട്ട നായകനാണെന്നും താൻ ഒരു തരത്തിലും ഏതെങ്കിലും പക്ഷത്തിന് ആളല്ല എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് VM സുധീരൻ ഇങ്ങനെയെല്ലാം പ്രസ്താവനകൾ ഇറക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും. നമുക്ക് 2011 മുതൽ 2016 വരെയുള്ള കേരളം ഭരിച്ച ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കേരളം കണ്ട ഏറ്റവും നല്ല കേരളത്തെ വികസനത്തിലേക്ക് നയിച്ച ഗവൺമെൻറ്റാണ്. എറണാകുളത്തെ മെട്രോ ട്രെയിനാണെങ്കിൽ ശരി, കണ്ണൂരിലെ എയർപോർട്ടാണ് ശരി, വിഴിഞ്ഞം പോർട്ടാണ് ശരി, അങ്ങനെയുള്ള നിരവധി വികസന പദ്ധതികൾ സമയബന്ധിതമായി കൊണ്ടുവരികയും അതിൻ്റെ പ്രവർത്തനം അതുവഴി കേരളത്തിനെ വലിയ വികസനത്തിലേക്ക് കുതിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. എന്നാൽ അദ്ദേഹത്തിനെതിരെ മദ്യനിരോധനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മദ്യം നിരോധിക്കണം പൂർണ്ണമായി എന്ന് പറഞ്ഞ് തികച്ചും അബദ്ധമായ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി VS സുധീരൻ വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പിന്നീട് ബാർക്കോഴ വിവാദമുയർത്തി ഉമ്മൻചാണ്ടിക്കെതിരെയും K ബാബുവിനെതിരെയും ഉറഞ്ഞു തുള്ളിയിരുന്ന നേതാവായിരുന്നു VS സുധീരൻ. അതുവഴി കേരളത്തിലെ ജനങ്ങളിൽ അവിശ്വാസമുണ്ടാക്കാൻ, അതായത് അല്ല തന്നെ സരിതാ നായരുടെ പരാതി കൊടുത്ത് പിണറായി വിജയൻ ഒരു ഭാഗത്ത് ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് VS സുധീരൻ സ്വന്തം പാർട്ടിയുടെ പാളയത്തിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയ ഒരു സമീപനമാണ് ഉണ്ടാക്കിയിരുന്നത്. അത് ചെറുതൊന്നുമല്ല ഉമ്മൻചാണ്ടിയെ വിഷമിപ്പിച്ചിരുന്നത്. അതുപോലെയുള്ള ഒരു ഏർപ്പാടാണ്. അത് അവസാന കാലഘട്ടത്തിലാണ് ഉമ്മൻചാണ്ടിയെ അദ്ദേഹം തകർക്കാൻ ശ്രമിച്ചതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആദർശ രാഷ്ട്രീയം പൊക്കിക്കാണിച്ച് ജനങ്ങളുടെ മുന്നിൽ വലിയ ആളാണെന്ന് കാണിക്കാൻ അദ്ദേഹം ചെയ്തതെങ്കിൽ ഇപ്പോൾ അദ്ദേഹം തുടക്കത്തിൽ തന്നെ വി ഡി സതീശനെ പലതരത്തിൽ അദ്ദേഹം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഭാഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അദ്ദേഹം ചില സുപ്രധാനമായ കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്
കെ മഹേഷിൻ്റെ ആത്മഹത്യാക്കുറിപ്പ്. വെള്ളാപ്പള്ളി നടേശനും അതേപോലെ അദ്ദേഹത്തിൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയും പ്രതികളാണെന്ന് കൃത്യമായി എഴുതി വെച്ചിട്ടുള്ള കെ മഹേശൻ എന്ന് പറയുന്ന കണിച്ചുകുളങ്ങര ദേവസ്വം SNDP സെക്രട്ടറി ആ SNDP ഓഫീസിൽ കെട്ടിത്തൂങ്ങി മരിക്കുകയാണുണ്ടായത്. അതിന് ആസ്പദമായി അദ്ദേഹം വലിയൊരു ആത്മഹത്യാക്കുറിപ്പ് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ആ ആത്മഹത്യാക്കുറിപ്പിൽ ഞെട്ടിക്കുന്ന വസ്തുതകളാണ് എഴുതി വെച്ചിട്ടുള്ളത്. ചാരായ ഷോപ്പ് നടത്തിയ വെള്ളാപ്പള്ളിയെക്കുറിച്ചും തട്ടിപ്പ് നടത്തുന്ന വെള്ളാപ്പള്ളിയെക്കുറിച്ചും മൈക്രോ ഫിനാൻസിൻ്റെ സകല തട്ടിപ്പിൻ്റെ ഉത്തരവാദി വെള്ളാപ്പള്ളിയും മകൻ തുഷാർ വെള്ളാപ്പള്ളിയുമാണെന്ന് കാണിക്കുന്ന കാര്യവുമാണ് എഴുതി വെച്ചിട്ടുള്ളത്. എന്നാൽ പിണറായി വിജയൻ ജീവിക്കുന്നിടത്തോളം കാലം അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം വെള്ളാപ്പള്ളി നടേശൻ എന്ത് തെമ്മാടിത്തരം കാണിച്ചാൽ അദ്ദേഹം സംരക്ഷിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഇവിടെ പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരം പല വർഗീയ പ്രസ്താവനകളും ഇറക്കി ഹിന്ദുക്കളുടെ വോട്ട് CPM നേടിക്കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചത്, അതേപോലെ BJPക്ക് ഇവിടെ വളർച്ചയുണ്ടാക്കാൻ വേണ്ടി സഹായിച്ചത്. അങ്ങനെയുള്ള വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള എല്ലാ തട്ടിപ്പുകളെക്കുറിച്ചും പറയുന്ന കെ മഹേഷിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് എന്ന് പറഞ്ഞാൽ അത് ഞെട്ടിക്കുന്നതാണ്. ആ ആത്മഹത്യാക്കുറിപ്പിൽ ഇതേവരെ ഒരു നടപടിയും എടുത്തിട്ടില്ല. അതിന് ശക്തമായ രൂപത്തിൽ ഗവൺമെൻറ് തന്നെ മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ അതിന് നടപടി എടുക്കാൻ പറ്റുള്ളൂ. മരണക്കുറിപ്പാണ് യഥാർത്ഥത്തിൽ കെ മഹേശൻ എഴുതി വെച്ചത്. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിയെയും അതേപോലെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയെയും അറസ്റ്റ് ചെയ്ത് ജയിലടയ്ക്കാൻ വേറെ ഒരു കാരണവും വേണ്ട. കൃത്യമായി FIR രജിസ്റ്റർ ചെയ്ത് ഭാര്യയുടെ മൊഴിയെടുത്ത് അത് കൃത്യമായി ആ ആത്മഹത്യാക്കുറിപ്പ് രേഖപ്പെടുത്തി ആ മരണക്കുറിപ്പായി രേഖപ്പെടുത്തി ഡോക്യുമെൻ്റായി കോടതി കൊടുത്താൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാം. പിന്നെ ജാമ്യം കിട്ടുക പോലും പ്രയാസമായിരിക്കും. കാരണം മൈക്രോ ഫിനാൻസിൻ്റെ പേരിലുള്ള 127 കേസുകൾ പെൻഡിങ്ങിലുണ്ട്. അതിലൊക്കെ തന്നെ കുറ്റപത്രവും സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സന്ദർഭത്തിൽ VS സുധീരൻ കൊടുത്ത കത്ത് 2.5 ആഴ്ച പിന്നിട്ടു. ഈ സമയത്ത് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ VS സുധീരൻ മറന്നുപോയിരിക്കുന്നു. ഇപ്പോൾ കമാന്തരക്ഷരം VM സുധീരൻ മിണ്ടുന്നില്ല എന്നുള്ളതാണ്. ആ വിഷയത്തിന് ശേഷം വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ കിട്ടുകയും ചെയ്തു. പത്മഭൂഷൺ കിട്ടി. അതിനൊന്നും തന്നെ വേണ്ടത്ര രൂപത്തിൽ VM സുധീരൻ പ്രതികരിച്ചില്ല. ഇപ്പോൾ നമ്മളെ സംശയം VM സുധീരനും വെള്ളാപ്പള്ളിയും ഒന്നിച്ചോ എന്നുള്ളതാണ്. അതിന് പകരം അതൊക്കെ മറയ്ക്കാൻ വേണ്ടി VM സുധീരൻ ഇപ്പോൾ ഒരു തരത്തിലും അദ്ദേഹം പറയാൻ പാടില്ലാത്ത VD സതീഷിനെതിരെയുള്ള ചില ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക. അദ്ദേഹം KSU വിദ്യാർത്ഥികളെ, പ്രത്യേകിച്ച് അലോഷ്യസിനെ ഒരു ചടങ്ങിൽ ചടങ്ങിൽ വെച്ച് തന്നെ വിളിച്ചു വരുത്തി കൈ കൊടുത്ത് നിങ്ങൾ വെറുതെ ഇരിക്കാൻ പാടില്ല, നിങ്ങൾ ധീരരായ ആളുകളായിരിക്കണം, നിങ്ങൾ തുറന്ന് സംസാരിക്കണം. അങ്ങനെ VD സതീഷിനെതിരെ തുടങ്ങി വെച്ച KSUവിൻ്റെ നിലപാടുകളും പ്രവർത്തനവും നിങ്ങൾ തുടരണം, ഇവിടെ ഒരു കലാപം ഉണ്ടാക്കണം എന്നുള്ള ആഹ്വാനത്തിന് അദ്ദേഹം വഴിമരുന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒറ്റ ചോദ്യമാണ് VD സതീഷിനോട് ചോദിക്കാനുള്ളത്, VS സുധീരനോട് ചോദിക്കാനുള്ളത്. താങ്കൾ കെ മഹേഷിൻ്റെ കാര്യത്തിൽ താങ്കൾ എടുത്ത നിലപാട്, അതായത് താങ്കൾ ആ ഭാര്യയുടെയും താങ്കളുടെയും ഒരു കത്ത് രമേശിനെതിരെയും VD സതീഷിനും കൊടുക്കുകയുണ്ടായി. അതിലെന്ത് നടപടി എടുത്തു എന്ന് താങ്കൾ അന്വേഷിച്ചു? അതല്ലെങ്കിൽ അത് അട്ടിമറിച്ചോ പൂഴ്ത്തി വെച്ചോ? ഈ കാര്യം അന്വേഷിച്ചോ? താങ്കൾ കൃത്യമായി പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും കെ മഹേഷിൻ്റെ കാര്യത്തിൽ നല്ല ഒരു ടീമിനെ കൊണ്ട്, SIT ടീമിനെ കൊണ്ട്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ പറ്റും. അതുവഴി ഈ മൈക്രോ ഫിനാൻസ് കേസുകളും കൃത്യമായി പുറത്തു വരാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ 90 വയസ്സായി, നമ്മൾ പറയാൻ പാടില്ല, പക്ഷെ ഇത്രയും ദുഷ്ടനായൊരു മനുഷ്യൻ അവസാനം ജയിലിൽ തന്നെ കിടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം പാവപ്പെട്ട ഈഴവരുടെ പേരും പറഞ്ഞ് കോടികൾ തട്ടിപ്പെടുത്ത് നടത്തി കേരളത്തെ മുച്ചൂടും നശിപ്പിക്കാൻ പിണറായി വിജയന് ഓശാന പാടിക്കൊടുത്തുള്ള വെള്ളാപ്പള്ളിയെയും കേന്ദ്ര ഗവൺമെൻറ് സ്വാധീനം ചെലുത്താൻ വേണ്ടി BDJS എന്നുള്ള പാർട്ടി ഉണ്ടാക്കി അതിൻ്റെ തലപ്പത്തിരിക്കുന്ന തുഷാർ വെള്ളാപ്പള്ളിയും കുടുക്കുന്ന കൃത്യമായ രേഖയാണ് ഈ കെ മഹേഷിൻ്റെ ആത്മഹത്യാക്കുറിപ്പ്. ആ ആത്മഹത്യാക്കുറിപ്പ് പ്രകാരം ഇമ്മീഡിയറ്റ് നടപടി എടുക്കേണ്ടതായിരുന്നു. പക്ഷേ ഇപ്പോഴും അവിടെ വഞ്ചി തിരുനക്കര തന്നെ കിടക്കാൻ ഇങ്ങോട്ട് അനങ്ങിയിട്ടില്ല. അതിലേതെങ്കിലും അനക്കമുണ്ടാക്കാൻ പോകുന്നു എന്ന് തോന്നൽ പോലും ഇപ്പോൾ ഉണ്ടാവുന്നില്ല. കാരണം അല്ല, അതിന് കാരണം VS സുധീരനും വെള്ളാപ്പള്ളിയും ഒന്നിച്ചോ എന്നുള്ള സംശയമാണ് ഞാൻ പ്രകടിപ്പിക്കുന്നത്.